പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ ലാ യദ്ലിമു നാസ ശൈഅൻ. തീർച്ചയായും അള്ളാഹു മനുഷ്യരോട് ഒട്ടും അനീതി കാണിക്കുന്നില്ല. എങ്കിലും മനുഷ്യർ അവരവരോട് തന്നെ അനീതി കാണിക്കുന്നു. അപ്പോൾ അള്ളാഹു ഒരു മനുഷ്യരോടും അനീതി കാണിക്കുന്നില്ല. നമ്മൾ നമ്മളോട് തന്നെ അനീതി കാണിക്കുന്നത് അല്ലേ? ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇപ്പോൾ ഫലസ്തീനികളെ അള്ളാഹു എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഫലസ്തീനികൾ എന്ത് ചെയ്തു? ജൂതന്മാർക്ക് അഭയം കൊടുത്തു. ഖുർആനിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ജൂതന്മാർ ചതിയന്മാരാണ്, ചതിക്കും. നബിവചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ജൂതൻ ചതിക്കും എന്നല്ലേ. പിന്നെ പ്രവാചകന്റെ ശരീരത്തിൽ പൊടി മണ്ണ് ഇട്ട ഒരു സ്ത്രീ ജൂത സ്ത്രീ ആയിരുന്നു. പ്രവാചകൻ നടന്നു പോകുമ്പോഴൊക്കെ പ്രവാചകന്റെ തലയിലേക്ക് എന്തെങ്കിലും ചപ്പ് ചവറുകൾ ഇടുന്ന ജൂത സ്ത്രീ ആയിരുന്നു. പിന്നെ ആ സ്ത്രീ മുസ്ലിമായി. അതുപോലെ പ്രവാചകൻ വിഷം കൊടുത്ത് കൊന്നത് അല്ല, വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് ജൂത സ്ത്രീ ആയിരുന്നു. ഇതല്ലാതെ മറ്റു പല ദ്രോഹങ്ങളും പ്രവാചകരും അനുയായികൾക്കും എതിരെ ജൂതന്മാർ പ്രയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് മറ്റു പ്രവാചകന്മാരെ കൊന്നിട്ടുണ്ട്. സക്കരിയ നബിയെ വാളുകൊണ്ട് ഈർന്ന് കൊന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു മരത്തിൽ വിളിച്ചു. ഈ ജൂതന്മാരുടെ അക്രമം കാരണം മരത്തിൽ വിളിച്ചപ്പോൾ അവർ മരം ഈർന്നു കൊന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അത് കാട്ടിക്കൊടുത്താവട്ടെ ശപിക്കപ്പെട്ട ഇബ്ലീസുമാണ്. സക്കരിയ നബി ഈ മരത്തിന് ഉള്ളിൽ വിളിച്ചു എന്നുള്ളത് കാണിച്ചു. പിന്നെ യോഹന്നാന്, യഹിയ നബിയെ, പല പ്രവാചകന്മാരെയും ജൂതന്മാരെ കൊന്നിട്ട് ഈസാ നബിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ചതിയന്മാരാണ് അവർ. കാരണം അവർ കുരുട്ടുബുദ്ധിക്കാരാണ്, അതിബുദ്ധിമാന്മാരാണ് തെറ്റുകൾ ചെയ്യുക. അപ്പം ഈ ഇങ്ങനെയുള്ള ജൂതന്മാരെ ഇവർക്ക് അഭയം കൊടുത്തു ആര്? ഫലസ്തീനികൾ. ഫലസ്തീനികൾ പണ്ട് മടിയന്മാരുമായിരുന്നു. ഈ ജൂതന്മാർ വന്ന് അവിടെ എന്ത് ചെയ്യും? ഊഷരമായ ഭൂമിയൊക്കെ അവർ വെള്ളം നനച്ചിട്ടൊക്കെ എന്ത് ചെയ്തു? കൃഷിയോഗ്യമാക്കി. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്തു? ആടുമാടുകളെ മേയ്ക്കാൻ കഴിഞ്ഞു. ഇവിടെ എന്ത് ചെയ്തു? സ്ഥലങ്ങളൊക്കെ ജൂതന്മാർക്ക് വിറ്റു. ജൂതന്മാർ ഒന്നായിട്ട് അവിടെ കുടിയേറി വന്ന് ലോകത്തിലെ പല ഭാഗത്തുമുള്ള ജൂതന്മാർ കുടിയേറി വന്ന് ചതിയന്മാരാണ്. അവർ ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് ചെയ്തത്. ഫലസ്തീനികളുടെ ആടിനും മേയ്ക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ അവർ നമുക്ക് ഇനി സ്ഥലം വിൽക്കും എന്നൊക്കെ മുൻകൂട്ടി അറിയാം. ചതി അവരുടെ കൂടപ്പിറപ്പാണത്. അങ്ങനെ ചതിയന്മാർക്ക് ഒരു സ്ഥലം കൊടുത്തത് കൊണ്ടാണ് അവരനുഭവിക്കുന്നത്. എന്നാലും അള്ളാഹു ഫലസ്തീനിൽ ചിരിക്കാതെ ലോകം അവസാനിക്കില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അള്ളാഹു ഈ കപട ജൂതന്മാർക്ക് അള്ളാഹു തിരിച്ചടി കൊടുക്കും. പറഞ്ഞു വരുന്നത്, പിന്നെ അള്ളാഹു ഒട്ടും അനീതി ചെയ്തിട്ടില്ല. മനുഷ്യർ തന്നെയാണ് അനീതി ചെയ്തത്. എന്ത് കാര്യം എടുത്തു നോക്കിയാലും. ഇപ്പം ഒരു ഭരണാധികാരി, ഇപ്പം നമ്മളിപ്പോൾ പിണറായി നമ്മളെ വല്ലാതെ ദ്രോഹിച്ചു എന്ന് കൂട്ടുക, അത് നമ്മളെ വോട്ടർമാർ തന്നെയാണ് കാരണം. നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടാണ് അയാൾ അവിടെ ഇരിക്കുന്നത് അല്ലേ. ഒരു കിറ്റ് കിട്ടിയാലോ പെൻഷൻ കിട്ടിയാലോ നമ്മൾ എന്ത് ചെയ്യും? അയാൾക്ക് വോട്ട് ചെയ്ത് കൊടുക്കും. അയാൾ നമ്മുടെ സമ്പത്തൊക്കെ ലാവലിൻ കേസ് മറ്റു കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്ട്രാ ലോജിക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിന് കിട്ടേണ്ട ഫണ്ടുകളൊക്കെ വക മാറ്റി ചിലവഴിക്കുകയും ചെയ്യും. മോദി അങ്ങനെ തന്നെ എന്തെങ്കിലുമൊക്കെ ചില്ലറ തൊട്ട് കിട്ടുമ്പോഴൊക്കെ ജനങ്ങൾ എന്ത് ചെയ്യും? അയാൾക്ക് വോട്ട് ചെയ്യും. അയാൾ ഇന്ത്യയുടെ സ്വത്തെല്ലാം അംബാനിക്കും അദാനിക്കും എഴുതി കൊടുക്കും. ഒക്കെ നമ്മൾ വോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവർ അധികാരത്തിലെത്തുന്നത്. പിന്നെ ഇലക്ട്രോണിക് വോട്ട് മെഷീൻ തട്ടിപ്പിലും ജയിക്കുന്നുണ്ട്. നമുക്ക് മെനക്കെട്ട് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ജനങ്ങളെല്ലാവരും മെനക്കെട്ട് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ട് മെഷീൻ ഒഴിവാക്കാൻ പറ്റും. നമ്മളെല്ലാവരും പറയുകയാണ് ഇലക്ട്രോണിക് വോട്ട് മെഷീൻ ഞങ്ങൾ അനുവദിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യില്ല, ബാലറ്റ് പേപ്പർ വരാതെ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് മാറ്റും. ജനസമൂഹത്തെ ആക്കിയിട്ട് ഒരു ഭരണകൂടത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. മുഴുവൻ ജനങ്ങളുടെ എതിർപ്പിനെ മറികടന്ന് ഒരു ഭരണാധികാരിക്കും, അമേരിക്കൻ പ്രസിഡന്റിന് വരെ അവർ നിയമങ്ങൾ മാറ്റാറുണ്ടല്ലോ. കാരണം ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു പട്ടാളവും പോലീസും ഒക്കെ വളരെ തുച്ഛമായിരിക്കും. ജനസംഖ്യയുടെ വെറും 1-2% മാത്രമേ പോലീസും പട്ടാളവും ഉണ്ടാവുകയുള്ളൂ. 99% ജനങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരെത്ര കായികമായി ഇത് നേടിയാലും ആയുധങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരി,
ജനസംഘത്തിന് വലിയ ജനസഞ്ചയത്തൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മളിപ്പോൾ അനുഭവിക്കുന്നതിന് കാരണം നമ്മൾ വോട്ട് ചെയ്ത് കൊടുത്ത ഭരണാധികാരികളാണ്. അപ്പം കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ ചെയ്തു കൊടുത്തു, അപ്പോൾ നമ്മൾ അനുഭവിക്കുന്നു. ഇപ്പം ഉത്തരേന്ത്യയിലൊക്കെ ബീഫ് കൈവശം വെച്ചതിന് അടിച്ചു കൊല്ലുന്നു, മുസ്ലിങ്ങൾ അടിച്ചു കൊല്ലുന്നു. അവർക്ക് ആ നാട് ഉപേക്ഷിച്ച് മറ്റു നാട്ടിലേക്ക് വരാം. അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം ഇപ്പം ബീഫ് കഴിക്കാൻ നിർബന്ധമില്ലല്ലോ. ഞങ്ങൾക്കിപ്പോൾ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ കഴിക്കണ്ട, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം എല്ലാത്തിനും പ്രതിവിധിയുണ്ട്. പിന്നെ അള്ളാഹുവിനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അവിടെ ഈ ഉത്തരേന്ത്യൻ പ്രദേശത്തൊന്നും ദീന് വളരെ കുറവാണ്. ചിട്ടകൾ ഇപ്പോൾ നമ്മുടെ പള്ളിയിൽ ഒരു ഹിന്ദിക്കാരൻ വരും, അയാൾ നെഞ്ഞിന് താഴെയാണ് കൈ കെട്ടുക, പൊക്കിളിൻ്റെ മുകളാണ് കൈ കെട്ടുക. പിന്നെ ഇഖാമത്ത് കൊടുക്കുന്നതിനൊക്കെ വ്യത്യാസമുണ്ട്. എല്ലാത്തിലും നമ്മൾ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ ഓരോ തവണ നമ്മൾ പറയും. പക്ഷെ അയാൾ ബാങ്ക് കൊടുക്കുന്നതുമായി തന്നെയാണ് ഇഖാമത്തും കൊടുക്കുന്നത്. അങ്ങനെ പല തെറ്റുകുറ്റങ്ങളും കാണാൻ കഴിയാം. അതുപോലെ തന്നെ നമുക്കറിയാം, ഷിയാക്കൾ അവരുടെ ബാങ്കിൽ അലി അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിക്കുന്നുണ്ട്. അവൻ പറഞ്ഞു വരുന്നത് ഈ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ ഈ ദീന് വളരെ കുറവാണ്. മതവിശ്വാസം, ചിട്ടകൾ കുറവാണ്. അതുപോലെ ദർഗകൾ, പോലെ ഷിർക്കിൻ്റെ കേന്ദ്രങ്ങളൊക്കെ ധാരാളമുണ്ട്. ഷിർക്ക് ചെയ്യുന്നവർ വളരെ കൂടുതലാണ് അവിടെ. പല ദർഗകളിൽ പോയി പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ അതുകൊണ്ടും അള്ളാഹുവിന് ശിക്ഷ വരും. ഷിർക്ക് അള്ളാഹു ഒരിക്കലും പൊറുക്കലില്ല ഷിർക്ക്. അപ്പോൾ അങ്ങനെ ഷിർക്കൊക്കെ ഒഴിവാക്കി തൗഹീദിൻ്റെ ആൾക്കാരായി മാറിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അപ്പം നമ്മളൊക്കെ അനുഭവിക്കുന്ന പ്രധാന കാരണം നമ്മൾ തന്നെയാണ്. മനസ്സിലായി? ഇപ്പം കൃഷി, കാർഷിക വൃത്തി മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രധാന കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ അമിത ലാഭം മോഹിച്ച് നമ്മൾ എന്ത് ചെയ്തു, രാസവളങ്ങൾ ഇടാൻ തുടങ്ങി. രാസവളം ഇട്ടപ്പോൾ എന്ത് ചെയ്തു, വിള കിട്ടി, അത്യാവശ്യം വിള കിട്ടി, 2-3 വർഷം വിള കിട്ടി, പിന്നെ കുറഞ്ഞു പോയി. കാരണം എന്താണ്, മണ്ണിൻ്റെ ഫലഭൂഷ്ഠതൊക്കെ നഷ്ടപ്പെട്ടു. മണ്ണിലത്തെ ജീവജാലങ്ങൾ, മണ്ണിര, ഞണ്ട് തുടങ്ങിയ മണ്ണിനെ ഫലഭൂഷ്ടമാക്കുന്ന പല കീടങ്ങൾ നശിച്ചുപോയി. പിന്നീട് എന്ത് ചെയ്തു, കാർഷിക മേഖല വളരെ പരിതാപകരമായി. അപ്പോൾ നമ്മൾ അതിമോഹമാണ് ഇവിടെ എത്തിച്ചത്. അപ്പോൾ എന്ത് നോക്കിക്കഴിഞ്ഞാൽ, എന്ത് പ്രശ്നം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാരണക്കാർ നമ്മൾ തന്നെയാണ്. ഇപ്പോൾ ഒരു വാഹനം തകരാറിലായിരുന്നു കൂട്ടുക, കാരണക്കാർ നമ്മൾ തന്നെയാണ്. നമ്മൾ വാഹനത്തെ പരിഗണിച്ചില്ല, വാഹനത്തിന് ചെയ്യേണ്ട മെയിൻ്റനൻസ് വർക്കുകൾ കൃത്യമായി ചെയ്തില്ല. അപ്പം പിന്നെ വലിയൊരു തുക ആ വാഹനത്തിൽ നിന്ന് മുടക്കേണ്ടി വരും. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, അള്ളാഹു ഒരിക്കലും നിങ്ങളോട് അതിക്രമം ചെയ്യില്ല. നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് അതിക്രമം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒന്നിനും കുറ്റപ്പെടുത്താതിരിക്കുക. അപ്പോൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് നമ്മുടെ പ്രശ്നമാണെന്ന് കണക്കാക്കുക. നന്മ വന്നാൽ അത് അള്ളാഹുവിൻ്റെ നിന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മളൊരു ജോലി ചെയ്തു, വർക്ക് ചെയ്തു, ആ വർക്ക് മനോഹരകരമായി. അപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്, നമ്മൾ അള്ളാഹുവിൻ്റെ സഹായത്താൽ അത് ഭംഗിയായി തീർന്നു. ഇനി വല്ല ദോഷങ്ങളും സംഭവിച്ചു, അത് നമ്മളെ ശ്രദ്ധക്കുറവ് കൊണ്ട് അത് നന്നായില്ല എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ നമ്മൾ അഹങ്കാരം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരന്തങ്ങൾക്കും കാരണം നമ്മൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അള്ളാഹുവിനെ മാത്രം നമ്മൾ ആരാധിക്കുക, അള്ളാഹുവിനെ ലാക്കാക്കി ജീവിക്കുക. നമ്മളിൽ നിന്ന് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ അള്ളാഹു നമ്മളെ കാത്തുകൊള്ളണം. തമ്പുരാനെ, നമ്മൾ ദുർബലരാണ്, നമ്മൾ ഭൗതിക ജീവിതത്തിന് അടിമപ്പെട്ടവരാണ്. നമ്മുടെ ഭൗതിക പ്രേമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പരലോക പ്രേമം നമ്മിൽ നടക്കുകയാണമേ തമ്പുരാനെ. ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകണമേ തമ്പുരാനെ. ആമീൻ.